എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദ്യത്തെ ഡൽഹി യാത്രയാണേ. ഏട്ടനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഷൈജുവേട്ടനും ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അവരോട് കുശലം പറഞ്ഞിരിക്കുമ്പോൾ ദാ വരുന്നു നമ്മുടെ ട്രെയിൻ, എറണാകുളം നിസാമുദ്ദീൻ നസ്രത്ത് എക്സ്പ്രസ്. ട്രെയിനിൻ്റെ ബോഗികൾ ഓരോന്നായി നമ്മുടെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ യാത്ര അയക്കുവാനായിട്ട് ഷൈജുവേട്ടൻ്റെ അനിയൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറി ഗസ്റ്റിനെ ഇരുത്തിച്ചതിന് ശേഷം ബാഗുമായി ഞാനും സായുജും നമ്മുടെ സീറ്റിലേക്ക് പോയി. സായുജാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതാ അവരുടെ മുഖം നോക്കിയാൽ അറിയാം. രാവിലെ പ്രഭാത ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയും കറിയും. അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിച്ചത്. ആ സമയത്ത് ഷൈജുവേട്ടൻ്റെ കോൾ വന്നു. എടാ നിങ്ങൾ റെഡിയാ, ഇങ്ങോട്ട് വരുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും സായുജും മറിച്ചൊന്നും പറയാതെ അവിടെ എത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കരുതിയ കാര്യമൊന്നും ഷൈജുവേട്ടൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ ഇതാ അവർ ഭക്ഷണം സെർവ് ചെയ്യാണ്. ഇത് ഷൈജുവേട്ടൻ്റെ മകനാണ്. ചൈനീസ് ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. എല്ലാം മനസ്സിലായെന്ന മട്ടിൽ നമ്മളും അങ്ങോട്ട് നിന്നു. ട്രെയിൻ ഇതാ മംഗലാപുരം ജംഗ്ഷനിലെത്തി. അവിടെ നിന്നാണ് പ്രവീണേട്ടനും ഫാമിലിയും കയറിയത്. അതിനുശേഷം നമ്മളൊരു ചെറിയ ഗെയിം സ്റ്റാർട്ട് ചെയ്തു, ഒരു കപ്പിൾ ഗെയിം. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതാ ചിന്തിച്ചുകൊണ്ട് അവരതിന് ആൻസർ എഴുതുകയാണ്. ആൻസർ ഷീറ്റ് ഒരു അധ്യാപകനെ പോലെ ഇതാ ഞാൻ കൊടുക്കുകയാണ്, മാർക്ക് വായിച്ചുകൊണ്ട്. മാർക്ക് കേട്ട് ഉച്ചത്തിൽ ചിരിക്കുന്നൊക്കെയുണ്ട്. അവസാനം വിജയിയെ പ്രഖ്യാപിച്ചു. ആരായിരുന്നു? ആ ടീമിന്റെ ക്യാപ്റ്റനായ ഷൈജുവേട്ടനും ഫാമിലിയും. കാർത്തിക്കിന് ഒരര മാർക്ക് കുറച്ചതിന്റെ പരിഭവമുണ്ട്. ഈ ടീമിലെ മികച്ച ഗായകനാണ് ഷിനോയേട്ടൻ. അദ്ദേഹം പാട്ട് തുടങ്ങി. രണ്ടാമതായി തുടങ്ങിയത് പ്രവീണേട്ടൻ്റെ ഭാര്യ ദൃശ്യാണ്. മൂന്നാമതായി തുടങ്ങിയത് കാർത്തികിന്റെ അമ്മ രാധേച്ചിയാണ്. പഴയ ഗാനത്തിലാണ് മൂപ്പർക്ക് താല്പര്യം. അതിനുശേഷം നമ്മുടെ സീതമ്മ, ഷൈജുവേട്ടൻ്റെ അമ്മ,
അവരും തുടങ്ങി ഒരു പാട്ട്. ഇതൊക്കെ കണ്ട് പവിത്രാട്ടന് വെറുതെ ഇരിക്കാനായില്ല. ഒരു പഴയ ഗാനത്തിൽ അദ്ദേഹവും പിടിച്ചു. നല്ല ഒരു അടിപൊളി സോങ്. കൈകളിലേന്തി പഴയൊരു ഗാനത്തിൻ പല്ലവി പാടി ഞാനൊരു പാവം ഗായകൻ, ഞാനൊരു പാവം ഗായകൻ. പഴയൊരു തമ്പുരു കൈകളിലേന്തി പഴയൊരു പല്ലവി ഗാനങ്ങൾ പാടി ഞാനൊരു പാവം ഗായകൻ. കാർത്തികിന്റെ അച്ഛൻ രവിയേട്ടന് പാടാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രാധേച്ചിയാണ് തുടങ്ങിയത്. പ്രാണസഖി പാടി കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും രവിയേട്ടൻ അതിൽ കൂട്ടുപിടിച്ചു, ചേർത്ത് പിടിച്ച് നന്നായി പാടാൻ തുടങ്ങി. പിന്നീട് തുടങ്ങിയത് ഷൈജുവേട്ടനാണ്. പാലവും പാലോ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം പാടി. സമയം ഉച്ചയായിരിക്കുന്നു. ദാ ചോറ് വിളമ്പൽ തുടങ്ങി. ഷൈജുവേട്ടനും കാർത്തിക്കും ഷിനോട്ടനും വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിച്ചു. ഷിനോട്ടൻ ഒരു കോമഡിയനും കൂടിയാണ് എന്ന് അദ്ദേഹത്തിന്റെ കളികളിൽ നിന്നും തോന്നി. ഉച്ചയൂണ് ഗംഭീരമായി. നല്ല നാടൻ ചോറ്, ചിക്കൻ കറിയും വറവും അച്ചാറും ഒക്കെ ഉണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും സായുജും നന്നായി ഊണ് കഴിച്ചു സംതൃപ്തിയോടെ. പച്ച നിറഞ്ഞ കാഴ്ചകളാണ് പുറത്ത്. ഗോവയിലെ ഗ്രാമത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ യാത്ര. മനോഹരമായ പാലങ്ങളും പുഴകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ് നമ്മുടെ കേരളം പോലെ തന്നെയാണ് കാണാൻ. മനോഹരമായ കാഴ്ചകൾ നോക്കി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ദാ മാണ്ഡവി നദി ഗോവയിലെ പ്രധാന നദിയാണ്. അതിന് മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. സൂര്യൻ ഒരു ഒളിച്ചു കളി നടത്തിയോ എന്നുള്ള ഒരു തോന്നലുണ്ട്. മേഘത്തിലൂടെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. വീണ്ടും നമ്മള് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടന്നു. നമ്മുടെ സ്ഥിരം യാത്രികനായ രമേശൻ പോലീസ് നൽകിയ ചില നുറുങ്ങു വിദ്യകൾ. ഈ ചോദ്യം ചോദിക്കുവാൻ ഞാൻ സായുജിനെ ചുമതലപ്പെടുത്തി. അവൻ തുടങ്ങി. സായുജി ഗെയിമിന് മുന്നേ ആയി കോഷൻസ് പറഞ്ഞു. ഒരു കാറിന് 4 അക്കമുള്ള നമ്പറാണ്. കാറിന്റെ ആദ്യത്തെ നമ്പറിന്റെ ഡബിളാണ് അവസാനത്തെ നമ്പർ. ആദ്യത്തെ നമ്പറിന്റെ ഡബിളാണ് അവസാനത്തെ നമ്പർ. നടുക്കുള്ള 2 നമ്പർ സെയിമാണ്. ആദ്യത്തെ 2 നമ്പറിന്റെയും ഇരട്ടിയാണ് അവസാനത്തെ 2 നമ്പർ. അങ്ങനെയാണെങ്കിൽ കാറിന്റെ നമ്പർ ഒന്നുകൂടി പറയാം. ഒന്ന് നോട്ട് ചെയ്യേണ്ട ആൾ നോട്ട് ചെയ്തേ. പല ആൻസറുകളും വന്നുകൊണ്ടിരുന്നു. ഇതല്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. പക്ഷെ ഒന്നും ശരിയായില്ല. ആദ്യത്തെ മിഡിലത്തെ 2 സെയിം ആണ്. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. ഡബിൾ 2 എന്ന് പറയുമ്പോൾ 22. അതിന്റെ ഇരട്ടി 44 വരണം. ഷൈജുവേട്ടന്റെ ഭാര്യ കീർത്തന ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻസറിനായി. ഈ ഒരു ടാസ്കിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 1 പവൻ സ്വർണ്ണനാണയാണ്. ഒരു കാര്യം ആർക്കും വേണ്ടെന്ന് പറയുന്നത്. ആൻസർ ഇതാണ് 49.98. ക്ലിയർ അല്ലേ? ഒരു കയ്യടി കൊടുക്കാം.
നമുക്ക് നിങ്ങൾക്ക് 10 ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ചാ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏറ്റവും ഇഷ്ടമില്ലാത്ത ചായയിൽ തുടങ്ങുന്ന ആൻസർ വേണം. തീർത്ത എല്ലാത്തിനും വളരെ കൃത്യമായി ആൻസർ പറഞ്ഞു. ഏത് നിറമാണ് ഏറ്റവും ഇഷ്ടം? ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ നടൻ. മലയാള സിനിമ നടൻ. മലയാള സിനിമ നടൻ. മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കണ്ടാ? യാത്ര പോകാൻ ചാൻസ് കിട്ടിയാൽ ഏത് രാജ്യമാണ് സന്ദർശിക്കുക? നിങ്ങളുടെ അടുക്കളയിലുള്ള ഒരു സാധനത്തിന്റെ പേര്. 10ാം ക്ലാസ്സിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരായിരുന്നു? സാധാരണയായി നിങ്ങൾ വീട്ടിൽ എന്ത് തരം ഡ്രസ്സാണ് ധരിക്കുന്നത്? ഇഷ്ടമില്ലാത്തൊരു ജീവി. തീർത്ത എല്ലാത്തിനും ആൻസർ പറഞ്ഞു. സമ്മാനമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്പം നിരാശയുണ്ടായി. പിന്നീട് നടന്നത് അന്താക്ഷരിയാണ്. ഇവിടെ 4 ടീമായി തിരിച്ചുകൊണ്ട് ഗംഭീര മത്സരം. ഈ ടീമിൽ ദൃശ്യക്ക് കാര്യമായ സപ്പോർട്ട് ഇല്ലേ എന്നൊരു സംശയവും എനിക്കുണ്ടായി. ഇതൊരല്പം തരികിട ടീമാണേ. വീണെടുത്തുനിന്ന് ഉരുളാൻ ഇവർക്ക് പ്രത്യേകം മിടുക്കാണ്. സങ്കീർത്തനമാവാം. ഇവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒച്ചത്തിൽ ഒച്ചത്തിൽ കരിമിഴി കുരുവിയെ കണ്ടീല കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് ഗ്രാമക്കാഴ്ച. പുഴയും കന്നുകാലികളും പച്ചപ്പും വേറിട്ട ഒരു അനുഭവമാണ്. മറുവശത്തു കൂടി ഒരു ട്രെയിൻ പാസ് ചെയ്തു പോവുകയാണ്. നിർത്തിയിട്ട നമ്മുടെ ട്രെയിനിൽ നിന്നും നോക്കി നിൽക്കുകയാണ് ആ മനോഹരമായ കാഴ്ച. ആദ്യ ദിവസത്തെ കാഴ്ചകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി 2ാം ദിവസത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.